ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന് ഇറാൻ ആവർത്തിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ വെടിനിർത്തലിനോടനുബന്ധിച്ച് വളരെ പ്രാധാന്യമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുക എന്നുള്ളതാണ്. അത് നിർബന്ധമായ രീതിയിൽ ആ കരാർ വ്യവസ്ഥ പാലിക്കണമെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞു. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ നടുവൊടിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇസ്രായേലി മീഡിയകൾ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ചെയ്തു. ഉദ്ദേശ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തങ്ങൾക്കറിയാമെന്നും തങ്ങളുടെ വിപുലീകരണ സംവിധാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ലെബനാനെ ഉപയോഗപ്പെടുത്തുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ചെയ്യുന്നത്, അതിനെ അതിജീവിക്കാൻ തങ്ങൾ കരുത്തുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള പത്രങ്ങൾ റിപ്പോർട്ടാക്കി പുറത്തുവിട്ടത്. എന്നാൽ ഇതിനപ്പുറമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ ഒരു പ്രശ്നം, ഈ ഒരു വിഷയത്തിന് ഈ സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരമില്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന കരാർ വ്യവസ്ഥയെ അത് സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതും, ഹോർമുസ് കടലടക്കമുള്ള വിഷയത്തെ ഈ വിഷയവുമായിട്ട് ബന്ധിപ്പിച്ച് തന്നെയാണ് തങ്ങൾ സംസാരിക്കുന്നത് എന്നുകൂടി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് ഈ കരാർ വ്യവസ്ഥ തുലാസിലാടുമോ എന്നൊരു ഭയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ ഇടപെടൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തെക്കൻ ലെബനാനിൻ്റെ അതിർത്തിയോട് ചേർന്ന് 5 പ്രധാന ഇടങ്ങളിലാണ് നിലവിൽ ഇസ്രായേൽ സൈന്യമുള്ളത്. ഇസ്രായേൽ അതിന് പറയുന്ന കാരണം ഇതാണ്. തങ്ങൾ അവിടെ തുടരാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തെക്കുറിച്ച് അവരിങ്ങനെ പറയുന്നു: അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തടയുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. രണ്ടാമത്തേത് വടക്കൻ ഇസ്രായേലിൻ്റെ പട്ടണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതും, അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഭീഷണിയാകുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖല നിരീക്ഷിക്കുക എന്നുള്ളതും തങ്ങളുടെ ലക്ഷ്യമാണ്. തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് കയറിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു 5 പ്രധാന ഇടങ്ങൾ അല്ലെങ്കിൽ പ്രദേശമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്. അതല്ലെങ്കിൽ ഇസ്രായേൽ ഈ മേഖലയിലാണ് ഇപ്പോൾ സൈനിക വിന്യാസം വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ലെബോണ, ജബൽ പ്ലാറ്റ്, ജർദൽ ദെയ്ർ, മർക്കബ കുന്ന്, കിയാം കുന്ന്, ഇതാണ് 5 പ്രദേശങ്ങൾ. ഇതിൽ മർക്കബ കുന്ന്, കിയാം കുന്ന് എന്ന് പറയുന്നത് ഏറെക്കുറെ വലിയ ഉയരമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിൽ നിന്ന് തായ്വാരത്തിലേക്ക് നോക്കിയിട്ട് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടും ഡ്രോൺ നിരീക്ഷണം നടത്തി കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെത് ക്രോഡീകരിക്കാനും സാധിക്കും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ കാര്യം ഹിസ്ബുള്ള ഗ്രൂപ്പിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2 മിസൈൽ ആക്രമണം നടത്തുകയും അവരുടെ നിരീക്ഷണ മേഖല അപ്പാടെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരവിടെ സുരക്ഷിതരൊന്നുമല്ല, പക്ഷേ അവരുടെ നിയന്ത്രണത്തിലാണ്. ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ മേഖല വിട്ടുകൊണ്ട് പോകണം. കാരണം എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യമാണ് ലെബനാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് മേലെ അധികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ അനുവദിക്കില്ല. അതായത് ഇറാൻ അനുവദിക്കില്ല ഇസ്രായേലിനെ. വേണമെങ്കിൽ ഞങ്ങൾ ഇനിയും ആക്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായി ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരിട്ട് കൊണ്ട് അവരുടെ രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രകോപനമില്ലാതെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇത് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 1948 ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായിട്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പേടിച്ചിരിക്കും, ആക്രമിച്ചാൽ ഇല്ലാതാക്കും, അത് തകർക്കും, ഇങ്ങനെയൊക്കെയാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, അമേരിക്ക അതിന് കൂട്ടുനിൽക്കും, യൂറോപ്യന്മാർ ഒപ്പം ചേരും. അപ്പോൾ ആരാണോ ആക്രമിക്കാൻ വേണ്ടി മുന്നൊരുക്കം നടത്തിയത് അവരുടെ ദേശം തന്നെ അപ്പാടെ ഇല്ലാതാകുന്ന രീതിയിൽ തലമുറ നഷ്ടം പോലും സംഭവിക്കുന്ന തരത്തിലായിരിക്കും ഇസ്രായേലിൻ്റെ പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതൊക്കെ പല തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര വിഷയമൊന്നുമില്ല. അവർ നേരെ സ്ട്രൈറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തു? ആക്രമണം നടത്തി എന്നുള്ളതാണ്. മുൻപ് ഈ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയടക്കിയിരുന്നു. 1967 ശേഷം പല ഘട്ടങ്ങളിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഈ മേഖല അതിർത്തിയുമായിട്ട് പങ്കിടുന്ന മേഖല ആയതുകൊണ്ടും ഈ മേഖലയുടെ ചില ഭാഗങ്ങളിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ വലിയ നിയന്ത്രണമുള്ള ഏരിയ ആയതുകൊണ്ടും ഇങ്ങോട്ട് പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ കയറാറുണ്ട്, ഭയങ്കരമായിരിക്കും തിരിച്ചടി നടത്താറുമുണ്ട്. മുൻപ് ഈ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയടക്കിയിരുന്നു എങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പിയുടെ നിരന്തരമായിരിക്കുന്ന ആക്രമണം കാരണം ഇട്ടെറിഞ്ഞ് പോവുകയാണ് ചെയ്തത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക ആയുധ നഷ്ടം പല ഘട്ടങ്ങളിലായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ ചില സമാധാന കരാർ വ്യവസ്ഥകൾ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത് എന്നുള്ള കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ ലംഘിച്ചതോട് കൂടിയിട്ട് പിന്നീട് കരാർ വ്യവസ്ഥയോടൊന്നും ഹിസ്ബുള്ള ഗ്രൂപ്പിന് താല്പര്യമില്ല. സൈനികപരമായിരിക്കുന്ന ഇടപെടലാണ് കരാർ വ്യവസ്ഥയേക്കാണ് കുറച്ചും കൂടി ഉചിതം
എന്നുകൂടി അവർ പറയുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഏറെക്കുറെ ലോകം വലിയ പ്രതീക്ഷയിലാണ്, വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൻ്റെ പ്രതിഫലനം എന്ന തരത്തിൽ ഈ ഗൂഡ് ഓയിലിൻ്റെ വിലക്ക് വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. 110 വരെ എത്തിയിരുന്നു. ഇപ്പോൾ 80-85 ഇറങ്ങിയിട്ടുണ്ട്. വലിയ ഇറക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികപരമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒരു രാജ്യത്ത് മാത്രമല്ല, ലോകത്താകമാനമുണ്ട്. അമേരിക്കയിലുണ്ട്. അമേരിക്ക പെട്രോളിന് വില കൂടിയെന്ന് പറയാൻ നിസ്സാര സംഭവമൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടാക്കി വിൽപ്പന നടത്തിയ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അമേരിക്കയുടെ പേരുണ്ട്. ആ അമേരിക്കക്ക് പോലും യഥാർത്ഥത്തിൽ പെട്രോളിയത്തിൻ്റെ വില വർധനവ് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ വലിയ രീതിയിലുള്ള പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ മേലെ ഇറാൻ ഒരു ആധിപത്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു എന്നതിനപ്പുറം മറ്റൊരു വിശദീകരണം ഈ കാര്യത്തിൽ ആവശ്യമില്ല. ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. നമ്മളത് പറയാറുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ ആദ്യം വീഴേണ്ടത്, അതില്ലെങ്കിൽ ആദ്യം ഈ ഇസ്രായേലിന് ധൈര്യം കിട്ടേണ്ടത് ലെബനാനിൽ നിന്നാണ് കിട്ടേണ്ടത്. അഥവാ ലെബനാനെ കീഴടക്കാൻ വേണ്ടി സാധിക്കുക, ലെബനാനുമായിട്ട് ഉള്ള വിഷയത്തിൽ ഇടപെടൽ നടത്തുക. അങ്ങനെയാകുന്ന സമയത്ത് മാത്രമേ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ആരംഭം കുറിക്കാൻ വേണ്ടി പറ്റും. അവിടെ തന്നെ യഥാർത്ഥത്തിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ടാണെങ്കിൽ ആ യുദ്ധം അങ്ങനെ നീണ്ട് വർഷങ്ങളോളം നീണ്ടുപോകും. ഇപ്പോൾ ഉക്രൈനും റഷ്യയും എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ച് ആനുപാതികപരമായ രീതിയിൽ തന്നെ അങ്ങനെ നീണ്ടുപോകും. പക്ഷേ അതിൽ ഇറാൻ ഇടപെടുന്ന സമയത്ത് അതിൽ വല്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം സംജാതമാകും. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണമൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള വലിയൊരു മഹാസംഭവമായിട്ട്, ലോകാത്ഭുതമായിട്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ജന്മദിനത്തിൽ സമാധാനപരമായിരിക്കുന്ന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രഖ്യാപിച്ചത്. സോഷ്യൽ ട്രൂത്തിലൊക്കെ അയാളിങ്ങനെ ആനന്ദം നിർത്തുന്ന തരത്തിലാണ് അതിൻ്റെ വാക്കുകളും ഈ ദ്വയാർത്ഥങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ ഈ കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്ന അത്രയും വൈകാരികപരമായ രീതിയിലോ അത്രയും തീവ്രമായ രീതിയിലോ ഇറാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇറാനും കൂടി പ്രതികരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിനൊരു പൂർണ്ണത നമ്മൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക. ഇറാൻ ഇപ്പോഴും അതേക്കുറിച്ച് പഠിച്ചതിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവിടുത്തെ പത്രങ്ങൾ പറയുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ ഒപ്പിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിൽ കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ പാലിക്കണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അപ്പാടെ തന്നെ അംഗീകരിക്കണം. അതിന് ലെബനാൻ പ്രധാനമായിരിക്കുന്ന കക്ഷിയാണ്. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇറാന് ലെബനാനെയും സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അവിടെ നിന്നുള്ള നിരപരാധികളുടെ കൂട്ടക്കരച്ചിലുകൾ ഒരിക്കൽ പോലും തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അത്തരം പ്രവൃത്തി ഉണ്ടാക്കുന്നവരെ തിരിച്ചടിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. തങ്ങൾ ഇനിയും അത് ചെയ്യും. ഹിസ്ബുള്ള ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള ആയുധ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് അങ്ങനെ 2 യുദ്ധവിമാനമെങ്കിലും ഇറാനിൽ ഇറങ്ങിയതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ ആയുധങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും സംവിധാനമാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല. അപ്പോൾ 100% യുദ്ധവിരാമത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് അപ്പാടെ തന്നെ അംഗീകരിക്കുന്ന ഒരു രാജ്യവുമാണ് ഇറാൻ എങ്കിൽ പിന്നെ എന്തിന് ചൈനയുടെ യുദ്ധവിമാനം ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇവിടെ എത്തി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അഥവാ ഇറാൻ്റെ നിലപാട് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആരാണ്? അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക ഇസ്രായേലിനോട് പറയുകയും ഇസ്രായേൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ എത്തുന്ന സമയത്ത് മാത്രമേ കരാർ വ്യവസ്ഥക്ക് സമ്പൂർണ്ണത ഉണ്ടാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 2ാം ഘട്ടത്തിൽ പുതിയ ചർച്ചാ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ലെബനാൻ വിഷയത്തിൽ ഇസ്രായേൽ വേണ്ട തരത്തിൽ ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയപ്പെട്ട രീതിയിലുള്ള യുദ്ധവിരാമം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, സൈനികർ പിന്മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഇവിടെ ഉടയാൻ സാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.